പ്രിയപ്പെട്ടവരെ നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥാപാത്രമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന ആക്ഷേപഹാസ്യ നോവലിലെ വളരെ പ്രശസ്തനായ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ആ പ്രദേശത്ത് ആ ദേശത്ത് എന്ത് നടന്നാലും അതിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അയാൾ രംഗത്ത് വരും. ഇങ്ങനെയുള്ള വികൃതമായ ഒരു മനഃശാസ്ത്രത്തിന്റെ ഉടമയാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. എട്ടുകാലി മമ്മൂഞ്ഞിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഇന്ന് കേരളത്തിലെ ബി.ജെ.പി നേതൃത്വം അധപ്പതിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി വലിയ ബിസിനസ്മാൻ ആയിരിക്കാം, അയാള് IT രംഗത്ത് വലിയ കുലപതിയായിരിക്കാം. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ഒട്ടുമറിയാത്ത ഒരു പൊട്ടനാണ് അയാൾ എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അത്തരം ഒരു വികൃത ജന്മത്തെയാണ് ബി.ജെ.പി ഇപ്പോൾ കേരളത്തിൽ അവരുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള വികൃത ജന്മങ്ങളെ പോരാതെ അതിലും വലിയൊരു വികൃത ജന്മത്തെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി സൽക്കർമ്മം നിർവഹിച്ചത് എന്നതിൽ ബി.ജെ.പിയോട് നന്ദി പറയുന്നു. കാരണം കേരളത്തിൽ ഈ ബി.ജെ.പി എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും പച്ച തൊടില്ല എന്ന് ഇന്നത്തെ സംഭവം തെളിയിച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ? ഇന്ന് കേരളത്തിൽ നാഷണൽ ഹൈവേ 66 എന്ന പ്രോജക്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. വളരെ മഹത്തായ ഒരു പദ്ധതിയായിരുന്നു അത്. അതിന്റെ സ്ഥലം മാത്രം ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ഏകദേശം 6000 കോടിയോളം, കൃത്യമായി പറഞ്ഞാൽ 5580 കോടി രൂപ ചെലവാക്കി. 25% പദ്ധതി വിഹിതം പിന്നെ കേന്ദ്ര ഈ NHAI എന്ന് പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ പ്രോജക്റ്റിൽ നിക്ഷേപിച്ചതാണ്. സ്വാഭാവികമായും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധം നാഷണൽ ഹൈവേ, ദേശീയ പാതകളുടെ ഉത്തരവാദിത്വം മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിനാണ്. 75% പണം കേന്ദ്ര ഗവൺമെന്റ് അടക്കുകയും ബാക്കി 25% മാത്രം സംസ്ഥാന ഗവൺമെന്റ് പിന്നെ സ്വരൂപിക്കുകയും വേണം. അതാണ് അതിന്റെ ഒരു രീതിശാസ്ത്രം. അതനുസരിച്ച് ഈ തുക മുൻകൂട്ടി അടയ്ക്കുകയും ഈ സ്ഥലവും വീടും വിട്ടു നൽകിയ പാവപ്പെട്ട ആളുകൾക്കെല്ലാം കൃത്യമായ പണം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ പേരാണ് LDF ഗവൺമെന്റ്. അപ്പോ ഈ സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഈ ഫെഡറൽ സംവിധാനത്തിൽ റോഡ് വികസനം അടിസ്ഥാനപരമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കൺകറന്റ് ലിസ്റ്റിൽ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ദേശീയപാത വികസനം കേന്ദ്രത്തിന്റെ അനുമതിയോടെ മാത്രമേ നടക്കൂ. അതിന് NHAI എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ കീഴിലാണ് അത് നടക്കാറ്. അതൊന്നും പുതിയ കാര്യമല്ല. ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റ് ബി.ജെ.പി അവകാശപ്പെടുന്നത് എന്തിനാണ്? അതും ഈ നാഷണൽ ഹൈവേ, ഈ ദേശീയപാത ഇതുവരെ പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഇനിയും 6 മാസം സമയം വേണം. എന്തിനാണ് തിരക്ക് പിടിച്ച അവർ ഇത്തരം ഈ പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്? വോട്ട് ബാങ്ക് അല്ലാതെ മറ്റെന്താണ് ലക്ഷ്യം? അതുപോലെ തന്നെ ഇപ്പോ നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. എല്ലാ പത്രങ്ങളുടെയും ആദ്യത്തെ പേജിൽ ബി.ജെ.പിയുടെ പരസ്യങ്ങളുണ്ട്. എല്ലാം ഹിന്ദി വൽക്കരിക്കപ്പെട്ട പദപ്രയോഗങ്ങളാണ്. പ്രൈം മിനിസ്റ്റർ സംഘർഷ് യോജന, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന, അങ്ങനെ യോജനകളുടെ ഒരു ബഹളമാണ്. ഈ യോജനകളെ പറ്റി മലയാളിക്ക് എന്തെങ്കിലും അറിയോ? തലയ്ക്ക് മുകളിലൂടെ ഒരു വിമാനം, ആകാശത്ത് ഒരു വിമാനം പറന്നു പോകുന്ന പ്രതീതി പോലും ഇത്തരം ഈ സംഘി പ്രസ്താവനകൾക്ക് മലയാളി കൊടുക്കുന്നില്ല. ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മാറ്റിയെഴുതിയ അതിവിസ്മയകരമായ വികസന പദ്ധതികളാണ്
നടത്തപ്പെട്ടത് എന്നതിൽ ഈ കേന്ദ്രത്തിന് യാതൊരു പങ്കുമില്ല, യാതൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. എന്നിട്ടും എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞതുപോലെ അതിന്റെ തന്ത ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന ഈ മുഖം മൂടി അഴിച്ചു മാറ്റപ്പെടണം. അവരെ അവരർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.